ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്ത ഉപകാരങ്ങൾ ഓർത്ത് ദൈവത്തെ സ്തുതിക്കാൻ സ്വർഗത്തിലെ ദൈവം മുഖാന്തരങ്ങൾ ഒരുക്കാൻ പോവുകയാണ്. മോർണിംഗ് മന്നായിലേക്ക് ഈ അനുഗ്രഹീതമായ പ്രഭാതത്തിൽ എല്ലാ പ്രിയപ്പെട്ട സ്വാഗതം. നല്ല ദിവസം കർത്താവിൽ നിന്ന് നമുക്ക് ദാനമായിട്ട് തന്നു. പ്രാർത്ഥനയോടെ തിരുവചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 13-ാമത്തെ അധ്യായം 6-ാമത്തെ വാക്യം, യഹോവ എനിക്ക് നന്മ ചെയ്തിരിക്കൊണ്ട് ഞാൻ അവന് പാട്ടുപാടും. യഹോവ എനിക്ക് നന്മ ചെയ്തിരിക്കൊണ്ട് ഞാൻ അവന് പാട്ടുപാടും. അതേ ദൈവ പൈതലെ, ദൈവം ചെയ്ത ചില നന്മകളെ ഓർത്ത് അവനെ സ്തുതിക്കുവാൻ, അവിടുത്തെ മഹത്വപ്പെടുത്താനുള്ള മുഖാന്തരങ്ങൾ ഒരുങ്ങി വരാൻ പോവുക. തിരുവചനത്തിലുടനീളം നോക്കിയേ, ആമേൻ, ദൈവം ചെയ്ത നന്മകൾക്കനുസൃതമായി ദൈവത്തെ പാടി സ്തുതിച്ച പലരെ നമുക്ക് കാണാൻ കഴിയും. സങ്കീർത്തന പുസ്തകങ്ങൾ തന്നെ പാട്ടിൻ്റെ പുസ്തകങ്ങളാണ്. ആമേൻ, ഹല്ലേലൂയ. മിര്യാമിനെ നിങ്ങൾ നോക്കിയേ, 90 വയസ്സിലധികം പ്രായമുള്ള സഹോദരി തപ്പെടുത്ത് നൃത്തം ചെയ്ത് ദൈവത്തെ സ്തുതിക്കുന്ന നമുക്ക് കാണാൻ കഴിയും. എപ്പോഴാണെന്നറിയാമോ? ഒരു സാധ്യതയും ഇല്ലെന്ന് പറഞ്ഞ് ലോകം വിധി എഴുതി, ഹല്ലേലൂയ, മുമ്പും പിമ്പും അടഞ്ഞ ഒരു അനുഭവത്തിൽ വന്നെത്തി നിന്നപ്പോൾ സ്വർഗത്തിലെ ദൈവം തുറന്നൊരു വഴിയിലൂടെ അക്കരെ കടന്ന് ആ പ്രതികൂലത്തെ ഭേദിച്ച് കഥ ദൈവത്തിൻ്റെ ആത്മ പറയുന്നു, ആ പ്രതികൂലത്തെ നീ ഭേദിക്കാൻ പോവുക. അതിനെ നീ മറികടക്കും കേട്ടോ. അതിനെ നീ മറികടന്നു കഴിയുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് ദൈവത്തെ സ്തുതിക്കുകയാണ്, പാട്ടുപാടുകയാണ്, ദൈവത്തിന് ആരാധന അർപ്പിക്കുകയാണ്. ആമേ മിര്യാം അത് ചെയ്തു. അവളുടെ കൂടെ ചിലരുടെ കൂടി അവർ ദൈവത്തെ നൃത്തം ചെയ്ത് സ്തുതിക്കാൻ ഇടയായിത്തീർന്നു. അതെ, യഹോവ എനിക്ക് നന്മ ചെയ്തിരിക്കൊണ്ട് ഞാൻ അവന് പാട്ടുപാടും. പെട്ടകത്തിൽ നിറങ്ങി വന്ന നോഹയെ നിങ്ങൾ നോക്കിയേ, ആദ്യം ചെയ്തത് ദൈവത്തിന് ആരാധന അർപ്പിച്ചു. അതെ, ചിലതിൻ്റെ ആദ്യം നമ്മൾ ദൈവത്തിന് സ്തുതി അർപ്പിക്കുക ചെയ്യേണ്ടത്, മഹത്വം അർപ്പിക്കുക ചെയ്യേണ്ടത്. അത് ചെയ്യാൻ ഞാനും നിങ്ങൾ തയ്യാറായ ദൈവം തൻ്റെ ചില തീരുമാനങ്ങൾ എന്നെ നിങ്ങളെ നോക്കി പറയും. നോക്കിയേ, അവിടെ ദൈവം ഒരു തീരുമാനം പറയുക, ഞാനിനി മനുഷ്യൻ്റെ നിമിത്തം ഭൂമിയെ ശപിക്കത്തില്ല, ഇനി ഞാൻ ജലപ്രളയം കൊണ്ട് ഭൂമിയെ നശിപ്പിക്കത്തില്ല. ആ നിയമം ഇന്ന് വരെ നിൽക്കുന്ന ദൈവമക്കളെ നിൽക്കുന്നു. അതേ പ്രിയ ദൈവമക്കളെ, എൻ്റെയും നിങ്ങളുടെയും പാട്ട്, എൻ്റെയും നിങ്ങളുടെ ആരാധന ദൈവത്തിൻ്റെ ചില തീരുമാനങ്ങളെ, സ്ഥിരമായി നിൽക്കുന്ന ചില തീരുമാനങ്ങളെ കൊണ്ടുവരുവാനിടയായിത്തീരും. മോവാബ്യർ, അമ്മോന്യർ, മെയ്യൂന്യർ 3 കൂട്ടർ ഒരുമിച്ച് യഹോശാഫാത്ത് എന്ന് പറയുന്ന ഒരു ദൈവമനുഷ്യൻ്റെ നേരെ യുദ്ധം ചെയ്യാൻ കടന്നു വരുമ്പോൾ യഹോശാഫാത്ത് ഒരു രാജാവും ഒരിക്കലും ഉപയോഗിച്ചിട്ടില്ലാത്ത ഒരു യുദ്ധമുറ ഉപയോഗിക്കുകയാണ്. സൈന്യങ്ങളുടെ മുമ്പിൽ നടന്നുകൊണ്ട് യഹോവയെ സ്തുതിപ്പാൻ, അവൻ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുമുള്ളതെന്ന് പാടി ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ സംഗീതക്കാരെ നിയമിച്ചു. ഒരു രാജാവും ഒരിക്കലും ഉപയോഗിക്കാത്ത ഒരു യുദ്ധമുറ ആത്മനിറവിൽ അവൻ ചെയ്യാൻ തയ്യാറായപ്പോൾ 3 കൂട്ടരാ ഒരുമിച്ച് ഈ ഒരു കൂട്ടത്തിൻ്റെ നേരെ വന്നത്. പക്ഷേ അവർ അടുക്കാൻ ദൈവം സമ്മതിച്ചില്ല. അവർക്ക് ചുറ്റും, യഹോശാഫാത്തിനും ദൈവമക്കൾക്ക് ചുറ്റും ഒരു ബൗണ്ടറി തീർത്ത് ആ വന്നവർ തമ്മിലടിച്ച് തീരാനിടയായി തീർന്നെങ്കിൽ, യഹോവ എനിക്ക് ചെയ്ത ഉപകാരങ്ങൾക്ക്, യഹോവ എനിക്ക് ചെയ്ത നന്മയ്ക്ക് ഞാൻ പാട്ടുപാടുമെന്ന് പറയാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. പൗലോസും ശീലാസും കാരാഗ്രഹത്തിനകത്ത് ബന്ധിക്കപ്പെട്ട് വേദനപ്പെട്ട് കിടക്കുന്ന സന്ദർഭത്തിൽ എന്താ ചെയ്തത്? പ്രാർത്ഥിച്ചു, പാടി, സ്തുതിച്ചുകൊണ്ടിരുന്നു. ദൈവപ്രവൃത്തി വെളിപ്പെടാൻ നിൻ്റെ പാട്ടിന് കഴിയും. ദൈവ പൈതലേ, ഹൃദയം തുറന്ന് ആരാധിക്കുന്ന ഒരു ആരാധനയ്ക്ക് ദൈവമഹത്വത്തെ ഭൂമിയിൽ കൊണ്ടുവരാൻ കഴിയും. ഏൽപ്പിച്ചു കൊടുക്കാമോ? അതിനായിട്ട് വിധേയപ്പെടുത്തി കൊടുക്കാമോ? സമർപ്പിക്കാമോ? കർത്താവ് അത് ചെയ്യട്ടെ. കരുണയുള്ള ദൈവമേ, സ്വർഗീയ പിതാവേ, വളരെ വ്യക്തമായ ഹൃദയമായ ആഴമായിട്ട് ഞങ്ങളോട് അറിയിച്ച ഈ ദൈവവചന സന്ദേശം ഞങ്ങൾ ഏറ്റെടുക്കുകയാണ്. കർത്താവ് ചെയ്യുന്ന ഉപകാരങ്ങൾക്കൊത്തവണ്ണം പിന്നെയും ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന മുഖാന്തരങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്നതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലസ് യു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. മോർണിംഗ് മന്ന സന്ദേശം ശ്രവിച്ചുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം. പാസ്റ്റർ ബിനു വട്ടപ്പാറ. ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി 9745600023 എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു: 97 45 60 00 23. ദൈവം നമ്മേവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.